ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില രണ്ട് ടേംസുകളാണ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, അക്യുറസി ആൻഡ് പ്രിസിഷൻ. അതിനുശേഷം സമയത്തിനനുസരിച്ച് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലും കൂടെ നമ്മൾ നീങ്ങും. ഓക്കെ, യഥാർത്ഥത്തിൽ അക്യുറസി, പ്രിസിഷൻ, ഈ രണ്ട് ടേം നിങ്ങൾ അക്യുറസി എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വളരെ കൃത്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് എന്ത്? അക്യുറസി. പ്രിസിഷനും ഏറെക്കുറെ ഈ കൃത്യത എന്ന് തന്നെയാണ് പറയാറ്. മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വളരെ ഷാർപ്പായിട്ട് കൃത്യമായിട്ട് എന്നുള്ളതിനാണ് നമ്മൾ പ്രിസിഷൻ എന്നൊക്കെ പറയാം. എന്നാൽ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അവർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ നോക്കൂ, അക്യുറസി എന്ന് പറഞ്ഞാൽ അക്യുറസി റെഫർ ചെയ്യുന്നത്, ഇറ്റ് റെഫേഴ്സ് ദ ക്ലോസ്നെസ് ഓഫ് ദ മെഷർമെൻറ്റ് ടു ദ ട്രൂ വാല്യൂ. അതായത് മെഷേർഡ് വാല്യൂവും ട്രൂ വാല്യൂ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലെങ്ത്താണ് മെഷർ ചെയ്യുന്നത്, അതിൻ്റെ ലെങ്ത്തിൻ്റെ വാല്യൂ വളരെ കൃത്യമായിട്ട് ആദ്യമേ അറിയാവുന്നതാണ്. വളരെ അതിൻ്റെ ഒരു ട്രൂ വാല്യൂ ഉണ്ട്, അതിൻ്റെ ഒരു ശരിയായ വാല്യൂ. ആ ശരിയായ വാല്യൂ ഇപ്പോൾ എ മെഷർ ചെയ്തു, എ എന്ന് പറഞ്ഞ ആൾ മെഷർ ചെയ്തു, ബി മെഷർ ചെയ്തു, സി മെഷർ ചെയ്തു. എ മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂവിനെ ഞാൻ A1 എന്നും ഇതിനെ A2 ആൻഡ് ദിസ് ഈസ് A3, ലെറ്റ് ഇറ്റ് ബി. ഇതിൻ്റെ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞത് എ ആണ്. അപ്പോൾ A1ഉം എയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി, A2ഉം എയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി, A3യും എയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. ആർക്കാണോ ഈ ഡിഫറൻസ് ഏറ്റവും കുറവുള്ളത് അയാളായിരിക്കുമല്ലോ, ആ വാല്യൂ ആയിരിക്കുമല്ലോ എയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അല്ലേ? ആ അടുപ്പത്തെയാണ് ശരിക്കും എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അക്യുറസി. അപ്പോൾ ആരുടെ മെഷർമെൻറ്റിനാണ് അക്യുറസി കൂടുതൽ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രൂ വാല്യൂവിനോട് ഏറ്റവും അടുത്ത് വരുന്ന വാല്യൂ ആരുടേതാണോ ആ വാല്യൂവിനാണ് അക്യുറസി ഏറ്റവും കൂടുതൽ. അതാണ് അക്യുറസി റെഫേഴ്സ് ദ ക്ലോസ്നെസ് ഓഫ് ദ മെഷേർഡ് വാല്യൂ ടു ദ ട്രൂ വാല്യൂ. മെഷേർഡ് വാല്യൂ ട്രൂ വാല്യൂവിനോടുള്ള അടുപ്പമാണ് അക്യുറസി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ? അടുത്തത് കേൾക്കുമ്പോൾ അത് കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ആദ്യം ഇത് മനസ്സിലാക്കി വെക്കും. അപ്പോൾ അക്യുറസി റെഫേഴ്സ് ദ ക്ലോസ്നെസ് ഓഫ് ദ മെഷേർഡ് വാല്യൂ ടു ദ ട്രൂ വാല്യൂ. നമുക്ക് അടുത്തിട്ട് നോക്കാം. ദാറ്റ് ഈസ് പ്രിസിഷൻ. എന്താ പറയുക പ്രിസിഷൻ? ഇറ്റ് റെഫേഴ്സ് ദ റെസൊല്യൂഷൻ ഓർ ദ ലിമിറ്റ് ടു വിച്ച് ദ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ്. പേടിക്കേണ്ട കേട്ടോ, അത് വളരെ സിമ്പിൾ കാര്യമാണ്, പറഞ്ഞുതരാം. അപ്പോൾ ഒന്നുകൂടെ, ഇറ്റ് റെഫേഴ്സ് ദ റെസൊല്യൂഷൻ ഓർ ദ ലിമിറ്റ്, പരിധി, ടു വിച്ച് എ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ്. പ്രിസിഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ നമുക്ക് ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് അറിയണം. നോക്കൂ, ലീസ്റ്റ് കൗണ്ട് എന്താ അറിയാം? ലീസ്റ്റ് കൗണ്ട് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് നമുക്ക് കൃത്യമായി മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെൻറ്റിൻ്റെ പേരാണ് ലീസ്റ്റ് കൗണ്ട് എന്നുള്ളത്. ഒരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് നമുക്ക് മെഷർ ചെയ്യാവുന്ന ഏറ്റവും ചെറിയ മെഷർമെൻറ്റിൻ്റെ പേരാണ് ലീസ്റ്റ് കൗണ്ട്. യെസ്, അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്താണ്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നാൽ ഓഫ് എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷർഡ് അക്യുറേറ്റ്ലി ബൈ ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ്. മനസ്സിലായല്ലോ? നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ മീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സ്കെയിലിൻ്റെ ഒക്കെ പേര് മീറ്റർ സ്കെയിൽ എന്നാണ്. കാരണം മീറ്റർ സ്കെയിലിൻ്റെ ഒരു കഷ്ണമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലേ? ഒരു സർക്കിളിൻ്റെ എത്ര ചെറിയ കഷ്ണമാണെങ്കിലും നമ്മൾ അതിനെന്താ പറയുക? സർക്കുലർ ഷേപ്പ് അല്ലേ? അതുപോലെ തന്നെയാണ് മീറ്റർ സ്കെയിലിൻ്റെ കഷ്ണമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. മീറ്റർ സ്കെയിലാണ്, ഫുൾ മീറ്റർ ഇല്ല എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെൻറ്റ് എന്താ എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും അടുത്തടുത്തുള്ള രണ്ട് വരകൾക്കിടയിൽ, രണ്ട് ഡിവിഷനുകൾക്കിടയിലുള്ള ഈ സ്പേസ് എത്രയാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ മീറ്റർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? 1 മില്ലിമീറ്റർ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ മുകളിലത്തെ ഡെഫിനിഷനിലേക്ക് വീണ്ടും പോകും. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് മനസ്സിലായി. എന്നിട്ട് ഇവിടെ പറഞ്ഞാൽ എന്താ പറയുക? സ്മോളർ ദ ലീസ്റ്റ് കൗണ്ട് ഗ്രേറ്റർ ഈസ് ദ പ്രിസിഷൻ. എത്രത്തോളം ലീസ്റ്റ് കൗണ്ട് ചെറുതാവുന്നു അത്രത്തോളം പ്രിസിഷൻ കൂടുന്നു. എത്രത്തോളം ലീസ്റ്റ് കൗണ്ട് ചെറുതാവുന്നോ അത്രത്തോളം പ്രിസിഷൻ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ഡെഫിനിഷനിലേക്ക് പോകാം. പ്രിസിഷൻ റെഫേഴ്സ് ദ റെസൊല്യൂഷൻ ഓർ ദ ലിമിറ്റ്, പരിധി, ടു വിച്ച് എ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ്. അതായത് നമുക്കൊരു മെഷർമെൻറ്റ് നടത്തുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ആ മെഷർമെൻറ്റ് ഉള്ളത് 3.2 സെൻറ്റിമീറ്റർ ആണ് ഒരാൾ മെഷർ ചെയ്തപ്പോൾ കിട്ടിയത്. വേറൊരാൾ മെഷർ ചെയ്തപ്പോൾ അയാൾ എത്ര ചെയ്താൽ 3.24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഇയാളെ മെഷർമെൻറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലായി ഇയാൾ മെഷർ ചെയ്തത് 3.2 വരെ മെഷർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ഡെസിമൽ പ്ലേസും കൂടി മെഷർ ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള ഡിവൈസ് അല്ല ഇയാൾ ഉപയോഗിച്ചത്.
അതായത് ഈ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇയാൾ ഉപയോഗിച്ച ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര ആയിരിക്കും എന്നറിയോ? 0.1 സെൻറ്റിമീറ്റർ ആണ്. പേടിക്കണ്ട കേട്ടോ, അതിങ്ങനെ ഇപ്പം പ്രാക്ടീസ് ആയി നമുക്ക് ഇങ്ങനെ പഠിച്ചു പോവാം. കാരണം ഇയാൾ ഇനി മെഷർ ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് എത്ര കിട്ടുക? 3.3 അല്ലെങ്കിൽ 3.1 ഒക്കെ കിട്ടാം. പക്ഷെ അടുത്തൊരു ഡെസിമൽ പ്ലേസ് കിട്ടൂല. ഓക്കെ, ഇതും ഇയാളെ ലീസ്റ്റ് കൗണ്ട് എത്ര? ഇയാളെ ലീസ്റ്റ് കൗണ്ട് 0.01 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഐഡിയ? ഇനി നോക്ക്, വേറൊരാൾ ഇങ്ങനെ മെഷർ ചെയ്തു 3.235 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലീസ്റ്റ് കൗണ്ട് എങ്ങനെ എഴുതുക? 0.001 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ ഇതിന് ലീസ്റ്റ് കൗണ്ട് പറ്റ ചെറുതാണ്. ലീസ്റ്റ് കൗണ്ട് ചെറുതാണെന്നനുസരിച്ച് പ്രിസിഷൻ കൂടും. അപ്പോൾ എന്താ പറയുക, പരിധി, ലിമിറ്റ് എന്താ? ഒരു മെഷർമെൻറ്റ് നമ്മൾ നടത്തുന്ന സമയത്ത് അതിൻ്റെ എത്രത്തോളം ചെറിയ മൈന്യൂട്ട് കണിക പോലും മെഷർ ചെയ്യുക. മനസ്സിലായോ? അതാണ് ആ പരിധി. അപ്പോൾ പ്രിസിഷൻ റെഫേഴ്സ് ദാറ്റ് ലിമിറ്റ്, ആ പരിധി. റെസൊല്യൂഷൻ നമ്മൾ പറയില്ലേ, ഹൈ റെസൊല്യൂഷൻ, പിന്നെ എന്തൊരു റെസൊല്യൂഷനാണ് ആ ടി വിക്ക്, അല്ലെങ്കിൽ എന്ത് റെസൊല്യൂഷനുള്ള പിന്നെ ഫോട്ടോഗ്രാഫാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? ആ ഫോട്ടോയിൽ എല്ലാ ചെറിയ കാര്യങ്ങളടക്കം ഭയങ്കര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അതാണ് ആ മൈന്യൂട്ട് വാല്യൂ അടക്കം മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇതിൽ പറയുന്നത് പ്രിസിഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആ പ്രിസിഷൻ റെഫേഴ്സ് ദ റെസൊല്യൂഷൻ ഓർ ദ ലിമിറ്റ്, ആ പരിധി, ഏത് എത്രത്തോളം ചെറുതിനെ, ആ ചെറുതിൻ്റെ പരിധിയാണ്. ടു വിച്ച് എ ക്വാണ്ടിറ്റി ഈസ് മെഷേർഡ്. പ്രിസിഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഇങ്ങനെ ചെറുതാവുന്നതിനനുസരിച്ച് പ്രിസിഷൻ കൂടിക്കൊണ്ടിരിക്കും. പ്രിസിഷൻ കൂടും. ഞാൻ എക്സാമ്പിളിലൂടെ പോകാൻ നമുക്കിനി. യെസ്, നോക്കൂ, ഞാൻ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ദ ട്രൂ വാല്യൂ ഓഫ് സർട്ടൺ ലെങ്ത് ഈസ്, ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് 5.487 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് ട്രൂ വാല്യൂ ആണ്, ഇതാണ് ശരിക്കുള്ള വാല്യൂ. ഇനി ഓരോരുത്തരും മെഷർ ചെയ്യണം. ഇൻ വൺ എക്സ്പെരിമെൻറ്റ് യൂസിങ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇതാരാ ഉദ്ദേശിച്ചത്? ലീസ്റ്റ് കൗണ്ട് 0.1 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ അത് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്തപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടി? 5.5 സെൻറ്റിമീറ്റർ കിട്ടി. While in another experiment using an instrument having greater resolution, മനസ്സിലായോ? ഗ്രേറ്റർ റെസൊല്യൂഷൻ ആണ് ലീസ്റ്റ് കൗണ്ട് ചെറുതാവുകയാണ്. 0.01 സെൻറ്റിമീറ്റർ. 0.01 സെൻറ്റിമീറ്റർ. അപ്പോൾ ലെങ്ത് മെഷർ ചെയ്തപ്പോൾ 5.32 സെൻറ്റിമീറ്റർ കിട്ടി. ദ ഫസ്റ്റ് മെഷർമെൻറ്റ് അപ്പോൾ രണ്ട് കേസാണല്ലോ അവിടെ സംസാരിച്ചത്. ട്രൂ വാല്യൂ ഇതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കിട്ടിയ റിസൾട്ടുകൾ നോക്കൂ, ഇതും നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണ് ഇവിടെ അക്യുറസി കൂടുതൽ? അക്യുറസി എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂവിനോട് കൂടി ഏറ്റവും അടുത്ത് വരുന്ന വാല്യൂ ഇതാണോ ഇതാണോ? ഇതെത്രയല്ലേ? 5.5. ഇത് 5.487 സെൻറ്റിമീറ്ററാണ്. 5.5ൻ്റെ തൊട്ടടുത്തത്. ഇത് 5.32 ഉള്ളൂ. എന്ന് വെച്ചാൽ ഇയാളാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മൈനസ് ചെയ്തോ. 5.5 മൈനസ് 5.487 എത്ര നോക്കുക. പിന്നെ 5.487 മൈനസ് 5.32. എന്നിട്ട് ആരാണ് ഏറ്റവും ഡിഫറൻസ് കുറവുള്ളത് നോക്കൂ. അപ്പോൾ ഇയാൾക്കാണ് ഡിഫറൻസ് കുറവുള്ളത്. അപ്പോൾ 5.5 എന്ത് കൂടുതലാണ്? അക്യുറസി ഇയാൾക്ക് കൂടുതലാണ്. അക്യുറസി 5.5 കൂടുതൽ. എന്നാൽ ഇവിടെ ഒരു ഡെസിമൽ പ്ലേസ് അല്ലേ ഉള്ളൂ, ഇവിടെ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. 2 ഡെസിമൽ പ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് വളരെ ചെറുതാണ്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ചെറുതായി കഴിഞ്ഞാൽ പ്രിസിഷൻ കൂടും. കാരണം ഇത് 5.5, പിന്നെ അങ്ങോട്ടുള്ള അടുത്ത കണികകളൊന്നും മെഷർ ചെയ്യാൻ പോയില്ല. ഒരു പക്ഷേ ഇവിടെ പിന്നെ 5.53 ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഇതവിടെ ഉള്ളതും മെഷർ ചെയ്യാൻ ആ ഇൻസ്ട്രുമെൻറ്റോട് പറ്റില്ല. കാരണം ഈ ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് പരമാവധി ഈ ഒരു സ്ഥലത്തുള്ളത് മെഷർ ചെയ്യാനേ കഴിയുള്ളൂ. കാരണം അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.1 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിന് പ്രിസിഷൻ കുറവാണ്, പക്ഷേ അക്യുറസി കൂടുതലാണ്. ഇതിന് അക്യുറസി കുറവാണ്, പക്ഷേ പ്രിസിഷൻ കൂടുതലാണ്. ഇതാണ് അക്യുറസി പ്രിസിഷൻ. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്ക് വായിച്ച് ഞാൻ ഈ പറഞ്ഞത് കേട്ടങ്ങനെ പോയാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവില്ല. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ഞാൻ പ്രിസിഷന് ഒരു ഡെഫിനിഷനും കൂടി സംസാരിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രിസിഷൻ തീരുമാനിക്കുന്നത് ആരാണ്? ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇനി ഞാൻ പറയുന്നതിലേക്ക് പോകാവൂ. ഇല്ലെങ്കിൽ ഇതുവരെയുള്ള അക്യുറസി പ്രിസിഷൻ നിങ്ങൾ ഒന്നുകൂടെ കേട്ട് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം അടുത്തതിലേക്ക് പോകും. ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത ഇത് കെമിസ്ട്രിയിലുള്ളതാണ്. കെമിസ്ട്രിയിലും പഠിക്കാനുള്ള കാര്യമാണ് ഇതൊക്കെ. യെസ്, എന്താണ് പ്രിസിഷൻ്റെ അടുത്ത മീനിങ്? ഇതെപ്പോഴാണ് വരിക? ഇഫ് വി റിപ്പീറ്റ് എ പർട്ടിക്കുലർ മെഷർമെൻറ്റ് ഓഫ് എ ക്വാണ്ടിറ്റി എ നമ്പർ ഓഫ് ടൈംസ്.
പലതവണ ഒരേ മെഷർമെൻറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അത്തരം സന്ദർഭത്തിൽ പ്രിസിഷൻ എന്ന് പറയുന്നത് പ്രിസിഷൻ റെഫേഴ്സ് ദ ക്ലോസ്നെസ് ഓഫ് ദ സെറ്റ് ഓഫ് വാല്യൂസ് ഓബ്റ്റെയിൻഡ്. സിമ്പിൾ പരിപാടിയാണ്. നോക്കൂ, സ്റ്റുഡൻറ്റ് എ ബി സി 3 പേരും മെഷർമെൻറ്റ് നടത്തുന്നുണ്ട്. എ തന്നെ നോക്കൂ, എ നടത്തി ആദ്യം മെഷർ ചെയ്തപ്പോൾ എക്ക് കിട്ടിയത് 0.51 ഗ്രാം. അതേ മെഷർമെൻറ്റ് എ ഒന്നുകൂടി നടത്തിയപ്പോൾ കിട്ടിയത് 0.52. വീണ്ടും എ ഒന്നും കൂടി അതേ മെഷർമെൻറ്റ് നടത്തിയപ്പോൾ എക്ക് കിട്ടിയത് 0.50. അതിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കൂ, ബി എന്ന ആൾ ആ മെഷർമെൻറ്റ് നടത്തിയപ്പോൾ 0.515 ഗ്രാമാണ് കിട്ടിയത്. അതേ മെഷർമെൻറ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ 0.516, വീണ്ടും റിപ്പീറ്റ് ചെയ്തു 0.514. ആവറേജ് ഇത്. സി നോക്കൂ, സി നടത്തിയ സമയത്ത് കിട്ടിയത് കണ്ടല്ലോ, അതിൻ്റെ ആവറേജ് നോക്കൂ ഇവിടെ കിട്ടി. ഇവിടെ ഒരേ മെഷർമെൻറ്റ് പലതവണ ആവർത്തിക്കുന്ന കേസല്ലേ ഇവിടെ ഉണ്ടായത്. ഓക്കെ, അത്തരം സന്ദർഭത്തിൽ പ്രിസിഷന് ഒരു ഡിഫറെൻ്റ് മീനിങ് ആണ്. കാരണം നമുക്ക് ആർക്ക് കിട്ടിയ വാല്യൂസിനാണ് പ്രിസിഷൻ കൂടുതൽ എന്ന് ചോദിച്ചാൽ, ആരുടെ വാല്യൂസുകളാണോ പരസ്പരം നല്ല അടുപ്പം കാണിക്കുന്നത് അവർക്കാണ് പ്രിസിഷൻ കൂടുതൽ എന്ന് പറയാം. ആരുടെ വാല്യൂസ് ആണോ നല്ല ക്ലോസ് ആയിട്ടുള്ളത്, അടുപ്പം കാണിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രിസിഷൻ, നല്ല പ്രിസൈസ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അതിനെയാണ്. മനസ്സിലായോ? ഓക്കെ, നോക്കൂ, സപ്പോസ് ദ 3 സ്റ്റുഡൻസ് എ ബി ആൻഡ് സി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ഓക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ ട്രൂ വാല്യൂ ആണ് ഈ കാണിച്ചത്. ആ ട്രൂ വാല്യൂ ഇതാണ്. ആ ട്രൂ വാല്യൂ അപ്പോൾ നമുക്കിവിടെ ഇവിടെ നോക്കി, ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതുവരെ നമ്മൾ പഠിച്ച പ്രിസിഷൻ നോക്കുകയാണെങ്കിൽ, ഇവിടെ ആർക്ക് പ്രിസിഷൻ കൂടുതൽ? ബിക്കും സിക്കും ഒരേ പ്രിസിഷനാണ്. കാരണം ഇതിന് നോക്കൂ, ലീസ്റ്റ് കൗണ്ട് എത്ര ഉള്ളത്? 0.001. ഇതിന് എത്ര ഉള്ളത്? 0.001 ആണ്. എന്നാൽ ഇതിന് എത്രയേ ഉള്ളൂ? ഇതിന് 0.01 ഉള്ളൂ. അപ്പോൾ ബിക്കും സിക്കും പ്രിസിഷൻ ശരിക്ക് ഈക്വലാണ്. എക്ക് പ്രിസിഷൻ കുറവാണ്. മനസ്സിലായോ? ഇതാണ് വേണ്ടത്. എന്നാൽ ഇവിടെ പ്രിസിഷൻ്റെ മീനിങ് അതല്ല. ഇവർ ആരുടെ സെറ്റ് ഓഫ് വാല്യൂസ് ആണ് ഏറ്റവും പരസ്പരം നല്ല അടുപ്പം കാണിക്കുന്നതെന്നാണ് നോക്കേണ്ടത്. നോക്കൂ, ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ആരുടെ വാല്യൂസിനാണ് ഏറ്റവും അടുപ്പമുള്ളത്. കാണോ, ഇവിടെ നോക്കൂ, 0.521, 0.520, 0.520, ആവറേജ് എടുക്കുമ്പോഴും 0.520. അപ്പോൾ സിയുടെ വാല്യൂസിനാണ് ഇവിടെ പ്രിസിഷൻ കൂടുതൽ. കാരണം ബിക്കും സിക്കും ഒരേ പ്രിസിഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇത് ഒരേ മെഷർമെൻറ്റ് റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോൾ ആരുടെ സെറ്റ് ഓഫ് വാല്യൂസിനാണ് പ്രിസിഷൻ കൂടുതൽ എന്ന് വെച്ചാൽ സീൻ്റെ സെറ്റ് ഓഫ് വാല്യൂസിനാണ് പ്രിസിഷൻ കൂടുതൽ. കാരണം അവ തമ്മിൽ ദേ ആർ ഇൻ ഗുഡ് എഗ്രിമെൻറ്റ്. മനസ്സിലായല്ലോ? എന്നാൽ അക്യുറസി കൂടുതൽ ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂ വാല്യൂവിനോട് കൂടി ഏറ്റവും അടുത്തിരിക്കുന്നത് ആരാണോ അവർക്കാണ് ട്രൂ വാല്യൂ വരാ. ഇവിടെ നോക്കൂ, ആവറേജ് എടുക്കുമ്പോഴും ഇതന്നെയല്ലേ വരുന്നത്. എന്ന് വെച്ചാൽ അക്യുറസി കൂടുതലും ആർക്ക് തന്നെയാണ്? സിക്ക് തന്നെയാണ് ഈ കേസിലുള്ളത്. എന്നാൽ നേരത്തെ പഠിച്ച പ്രിസിഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബിക്കും സിക്കും ഒരേ പ്രിസിഷനാണ്, എക്ക് മാത്രമാണ് പ്രിസിഷൻ കുറവുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ അക്യുറസി, പ്രിസിഷനെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അക്യുറസി, പ്രിസിഷൻ കഴിഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഞാനൊരു സെപ്പറേറ്റ്, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വേറെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഇന്നല്ല, അടുത്ത ദിവസം. അപ്പോൾ ഇതൊരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.